പേഴ്സണൽ ലോണിന് പിന്നിലെ ഈ ചതികൾ നിങ്ങൾക്കറിയില്ല. പേഴ്സണൽ ലോൺ എടുത്ത് വെട്ടിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പലപ്പോഴും അത്യാവശ്യത്തിന് ലോൺ എടുക്കുമ്പോൾ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ആരും അധികം ശ്രദ്ധിക്കാറില്ല. ഇന്ത്യയിൽ പേഴ്സണൽ ലോണുകൾക്ക് സാധാരണയായി 10 മുതൽ 18% വരെയാണ് പലിശ ഈടാക്കുന്നത്. ഇത് മറ്റ് വായ്പകളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന നിരക്കാണ്. അതിനാൽ തന്നെ തിരിച്ചടവ് വൈകിയാൽ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന പണത്തിന് ഒരു കണക്കുമുണ്ടാകില്ല. പിന്നെ പലിശയും കൂട്ടുപലിശയുമായി മൽപ്പിടുത്തം നടത്തേണ്ട അവസ്ഥ വരും. ഇതെല്ലാം ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. മുതൽ നേരത്തെ തിരിച്ചടയ്ക്കുക. വായ്പ വേഗത്തിൽ അവസാനിപ്പിക്കുക എന്നതാണ് കെണികൾ ഒഴിവാക്കാനുള്ള ആദ്യപടി. പലിശ കണക്കാക്കുന്നത് കുടിശ്ശികയുള്ള അസൽ തുകയുടെ അടിസ്ഥാനത്തിലായതിനാൽ ഭാഗികമായ തിരിച്ചടവുകൾ നടത്തുന്നത് ഇക്കാര്യത്തിൽ ഗുണകരമാണ്. നിങ്ങളുടെ പക്കൽ അധികമായി വരുന്ന ചെറിയ തുകകൾ വായ്പയിലേക്ക് മുൻകൂട്ടി അടയ്ക്കുന്നത് ഭാവിയിലെ പലിശഭാരം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. പിഴകൾ അറിഞ്ഞിരിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. RBI നിയമപ്രകാരം ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾക്ക് സാധാരണയായി പ്രീപേയ്മെൻറ്റ് പിഴ ഈടാക്കാറില്ലെങ്കിലും ഫിക്സഡ് റേറ്റ് വായ്പകൾക്ക് പ്രീപേയ്മെൻറ്റ് പെനാൽറ്റി ഉണ്ടായേക്കാം. ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. പലിശ നിരക്കിൽ മാറ്റം വരുത്തുക എന്നതാണ് മറ്റൊരു കാര്യം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുകയോ വരുമാനം വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലെ പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെടാവുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യം തിരിച്ചടവിൽ അച്ചടക്കം പാലിക്കുക എന്നതാണ്. തിരിച്ചടവുകൾ മുടങ്ങുന്നത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുകയും പിഴ ഈടാക്കാൻ കാരണമാവുകയും ചെയ്യും. കൂടാതെ ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ മറ്റൊരു പേഴ്സണൽ ലോൺ എടുക്കുന്ന രീതി ഒഴിവാക്കുക.